ഹലോ, എല്ലാവർക്കും ഈസി മാത്സ് ഓണിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്യാനായിട്ട് വന്നിരിക്കുന്നത് തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരു കാര്യം പറയാൻ കൂടിയാണ്. അപ്പോൾ നമുക്കറിയാം, പല കുട്ടികൾക്കും മാത്സ് എന്ന് കേൾക്കുമ്പോൾ ബുദ്ധിമുട്ടായി തോന്നുന്ന പല കുട്ടികളുണ്ട്. എന്നാൽ അതൊരു ബേർഡൻ സബ്ജക്റ്റായിട്ട് മാറ്റിയ കുട്ടികളുമുണ്ട്. അവരെത്ര കഷ്ടപ്പെട്ടിട്ടും ചെയ്തിട്ടും അവർക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിലേക്ക് മാറിയതാണ്. കഷ്ടപ്പെട്ട് ഒരുപാട് വർക്ക് ചെയ്തിട്ടും അവർക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നില്ല. എന്നാൽ ഇന്ന് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് മറ്റൊന്നുമല്ല, എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷം തോന്നിയ ഒരു കാര്യം നിങ്ങളുമായിട്ട് അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ മാത്സ് പഠിക്കുമ്പോൾ എന്ത് വിഷയം പഠിക്കുകയാണെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടുള്ളതാണെങ്കിൽ നമ്മളത് എൻജോയ്മെൻറ്റ് കൂടി പഠിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിനായിട്ട് പ്രധാനമായിട്ട് നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ എന്ത് വിഷയമാണോ പഠിക്കുന്നത് അതിനതീതമായിട്ട് എന്തെങ്കിലും പ്രവർത്തനങ്ങളോ ആക്ടിവിറ്റികളോ അവർക്ക് കൊടുക്കുക, ആ രീതിയിൽ കൂടി പഠിക്കുക എന്നുള്ളതാണ്. അങ്ങനെ ആ രീതിയിൽ നിന്ന് മാത്സിലേക്ക് മാത്സ് ഒരു ഇഷ്ടപ്പെട്ട സബ്ജക്റ്റാക്കി മാറ്റുക എന്നുള്ളതാണ് ഏറ്റവും ആദ്യത്തെ ലക്ഷ്യം. ശേഷമാണ് നമ്മൾ കൊടുക്കുന്ന വർക്കുകളും കാര്യങ്ങളൊക്കെ അവർ ഇഷ്ടത്തോടു കൂടി ചെയ്യാൻ ശ്രമിക്കുന്നത്. അപ്പോൾ അത്തരം കാര്യങ്ങളിലേക്കൊന്നും നീങ്ങിയിട്ടില്ലെങ്കിലും ഈസി മാത്സ് ഓൺ ഷുവർ എ പ്ലസ് എന്നൊരു ഫസ്റ്റ് ബാച്ച് ഈ വർഷം ആരംഭിച്ചിട്ടുണ്ട്. അതിൽ നമ്മൾ പ്രധാനമായിട്ട് ഫോക്കസ് ചെയ്യുന്നത് മാത്സ് എന്ന വിഷയത്തിൽ എ പ്ലസ് നഷ്ടപ്പെടുന്ന ഭയമുള്ള കുട്ടികളെ പ്രധാനമായിട്ട് ഫോക്കസ് ചെയ്തുകൊണ്ട് ഇപ്പോൾ 50, 40, 60ൻ്റെയൊക്കെ ഇടയിൽ മാർക്ക് സ്കോർ ചെയ്ത കുട്ടികളെ എ പ്ലസിലേക്ക് എത്തിക്കാനുള്ള ഉദ്ദേശത്തോടെയാണ് മെയിനായിട്ട് ഈ ഒരു ഗ്രൂപ്പിൻ്റെ ഉദ്ദേശം ചെയ്തത്. എന്നാൽ നമുക്കറിയാം, ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞാൽ നിങ്ങളുടെ മെയിൻ SSLC എക്സാമാണ്. മാത്സ് ഒക്കെ സബ്ജക്റ്റ് ഉണ്ട്. അതിൻ്റെ ഇടയിൽ ഞാൻ ചെറിയൊരു കാര്യം, നമുക്കറിയാം, നമ്മൾ പ്രകൃതിയെ നമ്മളെ സ്നേഹിക്കും പോലെ, നമ്മൾ സമൂഹത്തെ സ്നേഹിക്കുന്ന പോലെ നമ്മൾ പ്രകൃതിയെ സ്നേഹിക്കണം എന്നാണ്. അപ്പോൾ ഈ ഒരു കൊറോണ മറ്റുള്ള വ്യാപനങ്ങൾ നടക്കുന്ന സമയത്തും നമ്മൾ അറിയാതെ ഡിസ്കസ് ചെയ്യാതെ പോകുന്ന ഒരു കാര്യമുണ്ട്, ചൂട് എന്നുള്ളത്. അപ്പോൾ ഈ വെയിൽ കാരണം പല ആളുകളുടെയും പല നാടുകളിലും വെള്ളം കിട്ടാത്തൊരവസ്ഥ ഉണ്ട്. അതേപോലെയാണ്, നമുക്ക് വെള്ളം കിട്ടിയില്ലെങ്കിൽ നമുക്ക് മറ്റെവിടെയെങ്കിലും പോയിട്ട് വെള്ളം എടുത്തു കുടിക്കാനുള്ള കഴിവ് ദൈവം സൃഷ്ടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നമുക്ക് ജീവനുള്ള പക്ഷികളുണ്ട് ഈ ലോകത്ത്. അപ്പോൾ അവർക്കും ഇതേപോലെ വെള്ളം കിട്ടാത്തൊരവസ്ഥ ഉണ്ടാവാറുണ്ട്. വെള്ളം കിട്ടാതെ മരിച്ചു കിടക്കുന്ന അവസ്ഥകൾ ഉണ്ടാകാറുണ്ട്, ചത്തു വീഴുന്നതൊക്കെ അവസ്ഥകൾ നമ്മൾ കാണാറുണ്ട്. അപ്പോൾ ഇത്തരം ഒരു കാര്യങ്ങൾക്ക് പല സംഘടനകളും പല സ്കൂളുകളും പല വിദ്യാർത്ഥികളും ചെയ്യുന്ന ഒരു സംരംഭം തന്നെ ആണെങ്കിൽ പോലും വെറുതെ ഗ്രൂപ്പിലൊന്ന് ജസ്റ്റ് ആ ഷുവർ എ പ്ലസിൻ്റെ കുട്ടികളോട് വെറുതെ ഗ്രൂപ്പിൽ നമുക്കിങ്ങനെ പദ്ധതി ചെയ്താലോ എന്ന് ചോദിച്ചപ്പോൾ അവരെല്ലാവരും സപ്പോർട്ടായിട്ട് വരികയും അവർ ചെയ്ത കാര്യങ്ങൾ കൃത്യമായിട്ടുള്ള അവർ സ്വയം നിർമ്മിച്ച ഒരു പാത്രം, അതിൽ വെള്ളം നിറച്ചിട്ടുള്ള ഫോട്ടോകൾ കൂടി കണ്ടപ്പോൾ ഞാൻ ശരിക്കും അത്ഭുതപ്പെട്ടു പോയി. കാരണം അത്രക്കും ക്രിയേറ്റീവായിട്ട് 2 കഴിവുകളാണ് എനിക്ക് അവരിൽ കാണാൻ കഴിഞ്ഞത്. ഒന്ന്, അവർ ബീയിങ് സോഷ്യൽ എന്നുള്ളൊരു കൺസെപ്റ്റ് അവരിലുണ്ട് എന്നുള്ളത് കാര്യവും. രണ്ടാമത്തേത്, അവരെടുക്കുന്ന ചിത്രത്തിൻ്റെ ക്ലാരിറ്റി, അത് എടുക്കുന്ന ഭംഗിയും കാര്യങ്ങളും. ആ 2 കഴിവുകളും ഒരേ സമയത്ത് ആ കുട്ടികളിൽ പ്രതിഫലിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്, ഈ കുട്ടികളുടെ കഴിവ് നിങ്ങൾ തീർച്ചയായിട്ടും കാണണം. അതേപോലെ നിങ്ങളാൽ കഴിയുന്ന ഒരു പാത്രം നിങ്ങളുടെ ചുറ്റുവട്ടത്തുള്ള വീടിൻ്റെ തറകളിലോ ടെറസുകളിലോ അല്ലെങ്കിൽ മരത്തിൻ്റെ ചില്ലകളിലോ പക്ഷികൾ കൂടുതലായിട്ട് വരാൻ സാധ്യതയുള്ള സ്ഥലത്ത് നിങ്ങൾ തീർച്ചയായിട്ടും വെക്കുക എന്നുള്ളതാണ്. കാരണം അവർക്ക് സംസാരിക്കാനും കഴിയില്ല. അതുപോലെ തന്നെ കുളത്തിലൊന്നും വെള്ളങ്ങളില്ല. അപ്പോൾ അവർക്ക് എവിടെ പറന്ന് ചെന്നാലും അവർക്ക് വെള്ളം കിട്ടാനില്ല. അപ്പോൾ അവർക്ക് വെള്ളം കൊടുക്കുക എന്നുള്ളത് നമ്മുടെ കൂടി കടമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ വീടിൻ്റെ ചുറ്റുവട്ടത്തായിട്ട് അല്ലെങ്കിൽ പക്ഷേ കൂടുതൽ വരാൻ സാധ്യതയുള്ള സ്ഥലത്തുമായിട്ട് നിങ്ങൾ എന്താക്കാം, ചെറിയൊരു പാത്രം, ഇതിൻ്റെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും വലിയൊരു പാത്രം, പഴയതാവാം, എന്തായാലും വേണ്ടില്ല, ഒരു പാത്രം നിങ്ങൾ നിർമ്മിക്കാൻ ശ്രമിക്കാം. ഏതായാലും ഈ വീഡിയോയിൽ ഞാൻ ആ കുട്ടികളുടെ പ്രധാനപ്പെട്ട അവർ അയച്ചു തന്ന അവരുടെ വീഡിയോകളും കാര്യങ്ങളും ഫോട്ടോസൊക്കെ ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ തീർച്ചയായിട്ടും കാണുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാത്രം ഇത് ഏതാണോ എന്ന് വെച്ചാൽ അത് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇത് തയ്യാറാണെങ്കിൽ നിങ്ങളും എന്ത് ചെയ്യുക, നിങ്ങളെടുത്ത ഫോട്ടോ നിങ്ങളെടുത്ത് ഞങ്ങളെ വാട്സപ്പ് ഈസി മാത്സ് എന്ന വാട്സപ്പ് ഗ്രൂപ്പുണ്ട്, 9061206738 എന്ന വാട്സപ്പിലേക്ക് അയക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫോട്ടോസ് ചെയ്ത് നമുക്ക് ഇൻസ്റ്റാഗ്രാമിലൊക്കെ പോസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇതേ കാര്യം മറ്റുള്ളവർക്ക് പ്രൊമോട്ട് ആവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നിങ്ങൾ തീർച്ചയായിട്ടും കുട്ടികൾ ചെയ്ത വീഡിയോ കാണുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് സംശയമൊന്നുമില്ല. എല്ലാവർക്കും നല്ലൊരു ദിനം നേരുന്നു. നമ്മളെപ്പോലെ നമ്മൾ പ്രകൃതിയെ സ്നേഹിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. എല്ലാവരും SSLCക്ക് നല്ല വൃത്തിയിൽ ഈസിയായിട്ട് പഠിക്കാൻ കഴിയട്ടെ. എല്ലാവരും വൃത്തിയായിട്ട് പഠിക്കുക എന്ന് കൂടി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.